ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിൽക്കുന്നത്, ഞാനായിരിക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിങ്ങളുടെ തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അല്പനിമിഷം കൂടെ നമുക്ക് ആ പാട്ടിന്റെ ചില ഈരടികൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൃപയാൽ 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 അവിടുന്ന് എന്നെ സ്നേഹിച്ച സ്നേഹം ഇത്. എത്രയോ അർത്ഥവത്തായ വരികളാണ്. ഇന്ന് രാത്രിയിലും പ്രിയരെ, 2025 ആ വർഷത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ന് രാത്രിയിലും തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, കർത്താവേ, ഇതുവരെ ഞാൻ വന്നത്, എൻ്റെ കുടുംബം വന്നത്, ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നത് അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. രാത്രി പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? നിങ്ങളുടെ കണ്ണുകളെ അടച്ചിട്ട് ആ കരങ്ങളെയൊക്കെ ദൈവസന്നിധിയിലൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവേ, ഞാനായിരിക്കുന്നത് അത് അങ്ങയുടെ കൃപയാണ്. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ ഒരു പുകഴ്ചയ്ക്കും കാരണമല്ല. ഞാനായിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ്. ഹല്ലേലൂയ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ദൈവമക്കളുടെ ശബ്ദമൊന്ന് ഉയരട്ടെ. കൃപയാൽ കൃപ നിത്യം സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. കൃപയാ കൃപയാ എന്നിൽ പകർന്നൊരു പ്രാവശ്യം കൂടെ. കൃപയാൽ കൃപയാ നിത്യം സ്നേഹിച്ച സ്നേഹമീ. കൃപയാൽ അങ്ങയുടെ കൃപയൊന്നു മാത്രം. സഭയാൽ, വ്യക്തികളാൽ ഞങ്ങൾക്ക് നന്ദി പറയും. കൃപയാൽ കൃപയാൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല.
അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പാടുന്നത്: ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാലും സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞ് എനിക്കിനി ഒരു യാത്രയില്ല. ഇന്ന് രാത്രിയിൽ പ്രിയരെ, അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. കർത്താവിനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഇന്ന് രാത്രി ഒരുമിച്ച് സന്തോഷത്തോടെ ആത്മനിറവിൽ കരമടിച്ച് കർത്താവിനെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. ഒരുമിച്ച് കൊയറിനോട് ചേർന്ന്
ഹല്ലേലൂയ. കരമുയർത്തി ശബ്ദമുയർത്തി രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലൊന്നും മൂടിയിട്ട് ആ കർത്താവിന്റെ സ്നേഹത്തിന് മുൻപിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. He is my everything, He is my Lord, He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? He is my everything, He is my Lord, He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? Like honey in the road, sweet honey in the road, Jesus tastes like honey in the road. Oh, taste and see that the Lord is good, for He tastes like honey in the road. Taste and see that the Lord is good. For He tastes like honey in the road. എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും എല്ലാറ്റിലും നിൻ ജീവൻ തീർക്കാൻ തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാറ്റിലും തേനിലും മധുരമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുരമാ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചു നോക്കും, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. Taste and see. ഇന്ന് രാത്രിയിലും നമുക്ക് പറയാൻ എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ കർത്താവിനെ രുചിച്ചു നോക്കിയവരല്ലേ. തകർന്ന നിമിഷങ്ങൾ ഉണ്ടായപ്പോഴും, ഉടഞ്ഞു പോയ നിമിഷങ്ങൾ ഉണ്ടായപ്പോഴും, തീർന്നെന്ന് കരുതിയ അനുഭവത്തിന്റെ നടുവിൽ വന്ന് നിൽക്കുമ്പോഴും അവനെ രുചിച്ചു നോക്കി എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് നിൽപ്പുണ്ട്. 2025 യേശുവിനെ രുചിച്ചു നോക്കി എത്ര പേർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരുടെ അധരങ്ങളെ തുറക്കണം ഇന്ന് രാത്രിയിൽ, അവരുടെ ശബ്ദം ഇന്ന് രാത്രിയിൽ ഉയരണം. എത്രയോ സന്ദർഭങ്ങളിൽ തകർന്നു പോകാമായിരുന്നു,
അവിടെയൊക്കെ അവനെ രുചിച്ചു നോക്കിയ ദൈവമക്കളുടെ ശബ്ദം ഇന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങി കേൾക്കട്ടെ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. Thank you Jesus. Thank you Master. ഇന്ന് രാത്രിയിൽ പ്രിയ പിതാവേ, ദിവസപ്പയായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയോട് അടുത്ത് വരുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ലഭിക്കാതെ പോയ ഈ ഒരു വലിയ പദവി അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരായ ഞങ്ങളെ ക്രിസ്തുവാകുന്ന സ്നേഹം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. രക്ഷയുടെ സന്തോഷം അവിടുന്ന് ഞങ്ങൾക്ക് മടക്കി തന്നതിന് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം. അവിടുത്തെ മക്കളും അവകാശികളും ആക്കി തീർത്തതിന് സ്തോത്രം. രാത്രിയിൽ ഒരുമിച്ച് ദൈവസന്നിധി ഞങ്ങളായിരിക്കുന്നു. അവിടെ ഞങ്ങളോട് കൃപ തോന്നണം. ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയുടെ മേലും സാധാരണമായ അഭിഷേകം കവിഞ്ഞൊഴുകണമേ. ദാസനെ ശക്തിയോടെ ദൈവകരങ്ങളിൽ അവിടുന്ന് ഉപയോഗിക്കണമേ. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം നാളെ സൺഡേ ആണ്, ഞങ്ങളെല്ലാം ജോലി കഴിഞ്ഞാണ് വന്നത്. അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഹിയർ ദിസ് ഈവനിങ്. കഴിഞ്ഞ ഒരു മാസക്കാലം പല സ്ഥലങ്ങളിൽ ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഇറ്റ് വാസ് ഐ കുഡ് ലേൺ മെനി തിങ്സ്. And one thing is sure that ഇവിടെയുള്ളവർക്ക് പ്രാർത്ഥന കണ്ടമാനം ആവശ്യം. I understood when I met many people. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സോ ഞാൻ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ പ്രെയർ ടീമിൽ ഞാൻ പറയാം, തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കും. കർത്താവ് നമുക്കെല്ലാം നല്ലവനാണ്. സോ ഒട്ടും സമയം കളയാതെ ഞാൻ ഐ റെസ്പെക്ട് ടൈം. സോ ഞാൻ ആ സമയത്തിന് നിർത്താം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 15, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21 and 22 ഒന്ന് വായിച്ചാട്ട് 21-ാം വാക്യം 22-ാം വാക്യം. Amen. വായിച്ച വാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. ലൂക്ക് 15 3 കാര്യങ്ങൾ നഷ്ടമായ അധ്യായമാണ്, ഇല്ലേ? ഇറ്റ്സ് എ ചാപ്റ്റർ ഓഫ് ദ ലോസ്റ്റ് തിങ്സ്. 1 sheep lost, 2 coin lost, 3 a son is lost. പക്ഷേ ലോസ്റ്റ് എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറഞ്ഞിട്ടൊന്നും ഒരു ഗുണവുമില്ല. നമ്മൾ കാണത്തില്ല സ്തോത്രം പറയാൻ, അല്ലേ? ലാസ്റ്റിൽ ധാൻദാസൻ ടീം ലീഡ് ചെയ്തത് പാട്ടിൽ ഹീസ് മൈ എവറിത്തിങ്, ഹീസ് മൈ ഹോൾ ലൈക്ക് ഹണി ഇൻ ദ റോക്ക്, അല്ലേ? അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സം ഫോക്സ് മേ ആസ്ക് മീ, സം ഫോക്സ് മേ സേ, who is this Jesus that you talk about him every day? He is my savior,
He set me free. I want to say to you what He means to me. അല്ലേ? സോ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവിടെ അവസാനിച്ചായിരുന്നെങ്കിൽ എന്താ നമുക്ക് ഹോപ്പുള്ളത്? ബട്ട് ഐ താങ്ക് ഗോഡ്, നഷ്ടപ്പെടുത്തുന്ന ദൈവമല്ല, നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുന്ന ദൈവമാണ്. സോ ദിസ് ഈസ് ദ മെസ്സേജ് ടുനൈറ്റ് ദ ലോർഡ് ഈസ് സേയിങ്. ഈ വർഷം എന്തെങ്കിലും നഷ്ടമായെങ്കിൽ ഞാൻ 100% വചനത്തിൽ വിശ്വസിച്ച് പറയാം, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് അത് മടക്കി കൊണ്ടുവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. Just believe that. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, it's not 100%. In the Old Testament, the law of restitution says 120%. വായിച്ചിട്ടുണ്ടോ? The law of restitution, നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുന്നത് എത്രയെന്നറിയോ? 120%. ഇനി എന്താ നഷ്ടമായത്? കാൽക്കുലേറ്റ് ദാറ്റ് വിത്ത് 120%. അത് മടങ്ങി വരും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? അല്ലേ? ദാറ്റ്സ് ദ ലോർഡ് വി സെർവ്. അപ്പോൾ ബൈബിളിൽ അവിടെ കിടക്കുന്നത് ഈ ചാപ്റ്റർ 15 ഈസ് ബേസ്ഡ് ഓൺ വൺ ക്വസ്റ്റ്യൻ. ഒറ്റ ക്വസ്റ്റ്യൻ്റെ ബേസിലാണ് ഈ ചാപ്റ്റർ 15 മൊത്തം കിടക്കുന്നത്. എന്തോന്നറിയോ? യേശുവിനെതിരെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് വന്നില്ലാരും നമ്മളോട് കാണത്തില്ല. ആ കംപ്ലൈൻറ്റ് ഇത്രയേ ഉള്ളൂ, അവൻ പാപികളോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഹീസ് ഈറ്റിംഗ് ഫുഡ് വിത്ത് ദി പബ്ലിക്കൻസ് ആൻഡ് ദി സിന്നേഴ്സ്. അവൻ പാപികളോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ കംപ്ലൈൻറ്റിനായി സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, ലൈഫിൽ കംപ്ലൈൻറ്റ് വരും. ഒളിക്കാൻ പോയ ഒളിച്ചിരിക്കത്തേ ഉള്ളൂ. ആ കംപ്ലൈൻറ്റിൽ കോൺഷ്യസ് ക്ലിയർ ആണെങ്കിൽ പ്രവർത്തിക്കുന്നൊരു ദൈവം ജീവിച്ചിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ലേ? ലൈഫിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ദുഃഖിച്ചു പോകും. പക്ഷെ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് കാരണമാണ് യേശു പുറമോട്ട് പോയില്ല. യേശു പറഞ്ഞു, ഞാൻ വന്നത് അതിനു വേണ്ടി തന്നെയാണ്. ആർ വി ക്ലിയർ അബൌട്ട് അവർ പർപ്പസ്? That's very important. Are we clear about our gathering together? Are we clear about why we are here? അങ്ങനെയാണെങ്കിൽ ഏത് ശക്തികൾ നമുക്കെതിരെ വന്നാലും നമ്മെ ആ പർപ്പസ് ഒന്ന് മാറ്റാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നെ ലൂക്ക് 9:52 എന്ന് തോന്നുന്നു. If my memory is correct, it serves. Luke 9:52. Can you just show me that? Is it 9:52? If memory serves right. Yes. Is it there? 9:52. Ahead of him who went, entered a village of Samaria to make preparation for him. അടുത്തത് okay. But his face was set towards people did not welcome Jesus. But his face was set towards എവിടെ വെൽക്കം ചെയ്യാതിരുന്നേ? യെരുശലേമിൽ ഇല്ലേ? ബട്ട് യേശുവിൻ്റെ ഫേസ് എങ്ങോട്ടായിരുന്നു? He knew the fact that there is crucifixion there. He knew that there is challenge there. പക്ഷെ യേശുവിൻ്റെ പർപ്പസ് യേശുവിനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയില്ല. യേശുവിൻ്റെ ഫേസ് മൊത്തം എവിടോട്ടായിരുന്നു? പറഞ്ഞാട്ടെ. He's standing in Galilee. He's standing at Capernaum. He's standing at different geographical locations of Palestine. But his face was towards Jerusalem. ഇന്ന് രാത്രിയിലും ഈ വർഷത്തിൽ കണ്ടമാനം നഷ്ടപ്പെട്ടതിൻ്റെ ചരിത്രം പറയാൻ കാണും. അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു. But are we setting our face towards the purpose for which God has called us? എങ്കിൽ ധൈര്യത്തോട് ആരംഭത്തിൽ ഞാൻ ദൂത് പറയാം. എൻ്റെ പ്രയർ റൂമിൽ മുഴങ്ങിയത് നഷ്ടപ്പെട്ടതിനെ അവൻ മടക്കിക്കൊണ്ടുവരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ധ്യയെങ്കിൽ കണ്ണുനീര് വന്ന് പാർക്കുമെങ്കിൽ അടുത്ത വാക്യം പറയുന്നു, ഉഷസ്സിൽ അവൻ ആനന്ദഘോഷം കൊണ്ട് നിറയ്ക്കും. He is the God who gladdens us in the morning. വിശ്വസിക്കുക ഇല്ലേ? ആമേൻ. ആദ്യത്തെ പാരബിൾസിൽ പറയുന്നു, 100 ആട് ഒന്ന് പോയി അവനെ തേടി വരുന്നൊരു ഷെപ്പേർഡ് അല്ലേ? കേരളത്തിൽ നമ്മെ തേടിയ ദൈവം, ഗൾഫ് കൺട്രീസ് നമ്മെ തേടുന്ന ദൈവം ഇവിടും ഉണ്ട്.
അല്ലേ? നമ്മെ അവൻ കൈവിടത്തില്ല. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയത്തില്ല, ഓരോരുത്തരുടെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇടയൻ എവിടൊക്കെ തേടി വന്നെന്ന്, എങ്ങനെയൊക്കെ നടത്തിയെന്ന്, അത് ഓർക്കുമ്പോൾ അറിയാതെ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും. ആമേൻ. അപ്പോൾ തേടി വന്നിട്ട് കളഞ്ഞുപോയ ആടിനെ അടിച്ചില്ല. ദാറ്റ്സ് വാട്ട് ഐ ലവ് അബൌട്ട് ദിസ്. അതുകൊണ്ടാണ് നമ്മുടെ നിങ്ങൾ ഒരു തീം ഉണ്ടായിരുന്നല്ലോ, ഹി ഡ്വെൽറ്റ് അമംഗ് us, റൈറ്റ്? അല്ലേ? എൻഫ്ലഷ്മെന്റ്, ഇൻകാർണേഷൻ. ഐ ആം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദാറ്റ് തീം. അപ്പോൾ യേശു റിവീൽ ചെയ്തു why he dwelt among us. ആ ഇടയൻ്റെ സ്വഭാവം നോക്കി, കിട്ടിയ ആടിനെ അടിച്ചില്ല, തോളിൽ വഹിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ വർഷം നമ്മൾ തെന്നി എത്ര പ്രാവശ്യം പോയി, അവൻ അടിച്ചില്ല, അവൻ പിന്നെയും വഹിച്ചു. അതുകൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ കാരണമായത്. ഇനി ഇടയ്ക്ക് വെച്ച് എടുത്തിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാരും നമ്മളെല്ലാം ആ പ്രോസസ്സൊക്കെ നടന്നു വന്നവരാ. കൊച്ചിനെ എടുത്തു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ പറയും, അച്ചായ ഒന്ന് പിടിച്ച്, എത്ര നേരമാണ് ഞാൻ പിടിക്കുന്നു, അല്ലേ? പറയത്തില്ലേ? എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ ഈ ഇടയൻ്റെ ഒരു സ്വഭാവം, എടുത്തതിനെ ആർക്കും കൊടുത്തിട്ടില്ല, ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ്സ് ദ ഷെപ്പേർഡ് ഈസ്. നെക്സ്റ്റ്, ആ ഷെപ്പേർഡ് നമ്മളെ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണെന്നറിയോ? എൻ്റെ കൈ നാർക്ക് പറിച്ചു മാറ്റാൻ കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ കൈ നാർക്കും പറിച്ചു മാറ്റാൻ കഴിയത്തില്ല. അടുത്തത് ഇടയാൻ ചെയ്ത ഒരു കാര്യം, വീട്ടിൽ എത്തിച്ചോ എങ്കിലൊരു ധൈര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ദൈവം തുടങ്ങി വെച്ച കാര്യം വീട്ടിലെത്തുവോളം ചുമക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇടയൻ എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തിയോ? ഇല്ല, അവൻ അവസാനം വരെ കൊണ്ടെത്തിച്ചു. യഹൂദയുടെ എപ്പിസോഡിൽ വായിക്കുന്ന, ജൂഡ്സ് എപ്പിസോഡിൽ വായിക്കുന്ന എന്താ? അവൻ നമ്മെ വീഴാതെ വേണം മഹിമാസനത്തിൽ എത്തിക്കും വരെ അവൻ നമ്മെ കൊണ്ട് നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ കാനഡയെ വെച്ച് ഇടയ്ക്ക് വെച്ച് നമ്മൾ വീണു പോവോ? പറഞ്ഞേ, ധൈര്യത്തോട് പറഞ്ഞേ, ഇല്ല. ഇന്ന് കാണുന്നതൊക്കെ ക്ഷണികം. ഓ ഹല്ലേലൂയ. അതാണ് ഇടയൻ. അന്നേരം അടുത്ത ഒരു ഇടയൻ്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടപ്പോൾ കരച്ചിൽ വന്നു, നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖമാണ്, നഷ്ടപ്പെടുമ്പോൾ ഹോപ്പ്ലെസ് സിറ്റുവേഷനാണ്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആനന്ദിപ്പിക്കും. അപ്പോൾ വീട്ടിനകത്ത് എന്തോ വേണം? പറഞ്ഞാട്ടെ. ഹൗസ് ഓഫ് ദ ലോർഡിൽ എന്തോ വേണം? പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മൾ ഈ ഹൗസ് ഓഫ് ദ ലോർഡിലേക്ക് വരും. നമ്മൾ ഇതാണ് ഹൗസ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. കാരണം വി ആർ ദ ടെമ്പിൾ, ഐ നോ ഫോർ ദ ഫാക്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ, എൻ്റെ ചർച്ച ഞാൻ എപ്പോഴും പറയും, 32 ദിക്കാക്കെ ബൈഠന, 32 കാണിച്ചിരിക്കാൻ പറയും എന്ന് പറയാം. ചിരിയുടെ ആത്മാവല്ല. ദിസ് ഇസ് ദ ഫാക്ട്. എൻ്റെ ചർച്ചയിൽ ആരെങ്കിലും ഇങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നാൽ ഞാൻ പേര് വിളിക്കും, ചിരിക്കാൻ പറയും. ഒന്ന് ചിരിച്ചിരിക്കേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. താങ്ക് ഗോഡ്. നിങ്ങളൊക്കെ കണ്ടമാനം യങ്സ്റ്റേഴ്സ് എവിടെ ഉള്ളവർ, ഇവിടെയൊക്കെ എന്തൊരു ചിരി വേണമെന്നറിയോ? ഇല്ലേ? പിന്നെ പലരും 30 തന്നെ 80 സ്വഭാവമാണ്. ഭയങ്കര വിഷമിച്ച് അങ്ങനെ ദുഃഖിച്ചായിരിക്കുന്നത്. പക്ഷെ യു ലുക്ക് അറ്റ് ദ ബൈബിൾ, വീടടക്കം സെലിബ്രേറ്റ് ചെയ്തു. ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു രാത്രിയല്ലേ? നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ വന്നിരിക്കുകയാണ്. സെയിം തിങ് ആണ് ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ ആ സിസ്റ്റർ ചെയ്തത്, ആ സഹോദരി ചെയ്തത്, ആ വെർജിൻ സിസ്റ്റർ ചെയ്തത്, എൻഗേജ്ഡ് ആയ സിസ്റ്റർ ചെയ്തത്. അവൾ വീടടക്കം ആനന്ദിപ്പിച്ചു, എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. സീ വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ മീ. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഒരു വീട്ടിൽ 2 മക്കൾ, രണ്ടാമത്തവനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്? ബൈബിൾ ഇല്ലാത്ത പേര്. പ്രത്യേകിച്ച് മലയാളികളെ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പല പേരുകൾ പലർക്ക് കൊടുക്കും, ഇല്ലേ? ബൈബിൾ ഇല്ലാത്തൊരു കാര്യമാണ്. മുടിയനായ പുത്രൻ, അത് ബൈബിളിൽ ദൈവം ഒന്നും വിളിച്ചിട്ടില്ല. 2 മക്കളുണ്ടെന്ന് ദൈവം പറഞ്ഞുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുടുംബത്തോട് കാണിക്കുന്ന ഒരു അന്യായ വലിയ ഒറ്റയാൾക്ക് പേര് കൊടുക്കുന്നു, മറ്റവന് കൊടുക്കാത്തത് ശരിയാണോ? ഇങ്ങനെ നമുക്കൊരു പേര് കൊടുത്താലോ? ആ മൂത്ത മോനൊരു പേര് കൊടുക്കാമല്ലോ. 27ാമത്തെ വാക്യം വായിച്ച്. പുള്ളി വന്നു. പുള്ളി അകത്തോട്ട് വന്നപ്പം അവിടെ ഒറ്റ കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ പയ്യൻ വയലിൽ നിന്ന് വന്നു. ഈ കെയിം ഫ്രം ദ ഫീൽഡിൽ നിന്ന് വന്നപ്പോൾ പുള്ളി എന്താ കണ്ടേന്നറിയോ? ബീഫിന്റെ മണം. ഏദൻ തോട്ടത്തിൽ നടന്ന എന്താണെന്നറിയോ?
ഫലം. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടാൻ കാരണം എന്താ? പൈസ. ആദ്യത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലെ പ്രോബ്ലം അല്ലെ ഓർമ്മ പോയല്ലോ. മനസ്സിലായോ? അതിനകത്തൊരു ലെസൺ പഠിക്കാനുണ്ട്. നമ്മൾ ബൈബിൾ നമ്മൾ പഠിക്കുന്നറിയോ? ചെറിയ ചെറിയ സാധനങ്ങളിലാണ് പിശാച് നമ്മളെ വീഴ്ത്താൻ നോക്കുന്നത്. ബി വെരി കെയർഫുൾ. സി, വലിയ വലിയ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടെല്ലാം അങ്ങ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. ചെറിയ വിഷയത്തിൽ മതി നമ്മളെ സ്ലിപ്പ് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഒരു അനുഗ്രഹമുണ്ട്. ദ ഗ്രേസ് ഓഫ് ഗോഡ് വിൽ പ്രൊട്ടക്ട് us. ഇല്ലേ? വീട്ടിലേക്ക് വന്ന് ഈ പയ്യന്റെ പേര് ഞാൻ കൊടുക്കാൻ പോവാ. അവിടെ വായിക്കുന്ന ഇങ്ങനെ, വീട്ടിൽ വന്ന് ചോദിച്ചു, എന്തോ ഈ മണം, വൈ ഇന്ന് ഈ സെലിബ്രേഷൻ? പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ മടങ്ങി വന്നിട്ടുണ്ട്. It says, then he was angry. അവൻ കോപിഷ്ഠനായി വീട്ടിനകത്ത് കയറിയില്ല. അങ്ങനല്ലേ വായിക്കുന്നേ? കോപിഷ്ഠനായിട്ട്. അപ്പൊ ഇളയ മോന്റെ പേര് മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ. മൂത്ത മോന്റെ പേര് കോപിഷ്ഠൻ. പിന്നെ ആ സ്റ്റോറി തീരുന്നത് വരാൻ വീട്ടിൽ കയറിയിട്ടില്ല. പിന്നെ കയറുമെന്ന് എനിക്കറിയത്തില്ല. വാട്ട് ഈസ് ഓൺലി റീസൺ? ഒറ്റ റീസണേ ഉള്ളൂ, ബീഫ്. അവൻ ഇത്ര ചോദിച്ചേ, ഞാൻ നിന്റെ കൂടെ വീട്ടിലുണ്ടായിട്ടും ഇന്ന് വരെ നീ എനിക്ക് വേണ്ടി ഒരു ബീഫ് കറി ഒരുക്കി തന്നില്ലല്ലോ. ഇവനെല്ലാം മുടിപ്പിച്ചിട്ട് വന്നിട്ടും ഇവന് വേണ്ടി നീ കറി ഉറക്കിയല്ലോ. അപ്പൊ കോപിക്കാൻ ഒറ്റ കാരണം എന്താ? അല്ലല്ലോ, പോവല്ലേ ഞാൻ പറയുമ്പോ ധാരാളം ഇനി പറയുന്നേ ഇല്ലേ? ഒരു സിമ്പിൾ മൈന്യൂട്ട് റീസൺ. വീട്ടിനകത്തുനിന്ന് പുറത്തുപോയി. യേശു സ്റ്റോറി തീർക്കുന്നത് വരെ അവൻ വീട്ടിൽ കയറിയിട്ടില്ല. ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അപ്പനോട് ചോദിച്ചേ, ഡാഡി ഇതിൽ രണ്ടുപേരിൽ നിന്റെ ചോയ്സ് ഉള്ള കൊച്ചേതാ? ഡാഡി നമ്മളോട് പറയും, രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ. രണ്ടും ഇല്ലായിരുന്നെങ്കിലും പലപ്പോഴും നമ്മൾ മിററിൽ നോക്കിയിട്ട്, അയ്യോ എൻ്റെ റിയാലിറ്റി ലോകം അറിഞ്ഞാൽ ആരായിരിക്കും ഞാൻ? കാരണം മിക്ക പേരുടെ പബ്ലിക്കും പ്രൈവറ്റ് ലൈഫ് ഒന്നല്ല. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. മിക്ക പേരുടെയും പബ്ലിക്കിൽ കാണിക്കുന്ന ലൈഫല്ല പ്രൈവറ്റിൽ ആണോ? നമുക്ക് തന്നെ അറിയാം ഇത് പുറത്തു പോയാ എൻ്റെ ദൈവമേ എന്തായിരിക്കും അവസ്ഥ. പക്ഷെ പബ്ലിക് എന്താ, പ്രൈവറ്റ് എന്താ, ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഉൾപ്പെടെ അറിയുന്ന കർത്താവ് ഈ ഫുൾ ഇയറും നമ്മോട് കമ്പാഷനറ്റ് ആയിരുന്നത് ഓർക്കുമ്പോൾ അത് മതി ഹല്ലേലൂയ പറയാൻ. അത് മതി ദൈവത്തിന് നന്ദി പറയാൻ. ഓ ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? വേറൊന്നും വേണ്ട ആരാധനയ്ക്ക്. ഹല്ലേലൂയ. ആ നിത്യമായി നമ്മെ സ്നേഹിക്കുന്ന, എല്ലാം അറിഞ്ഞ് സ്നേഹിക്കുന്ന ആ കർത്താവനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. ഇനി ഈ പയ്യൻ ചെയ്തത് ശ്രദ്ധിക്കണമേ. ദിസ് ഈസ് ദ മെസ്സേജ്. ഇവന് അപ്പൻ്റെ അടുത്ത് ചെല്ലുന്നു, അപ്പാ എനിക്കെല്ലാം വേണം. ഡിറ്റോണമി ലോ പ്രകാരം അതവൻ്റെ അവകാശമാണ്. അതവൻ്റെ അവകാശമാണ്. പക്ഷെ അവന് തോന്നുമ്പോൾ അല്ല കൊട്ടേണ്ടത്, അപ്പന് തോന്നണം. ഇത്ര പേർക്ക് മനസ്സിലായി? ഡ്യൂട്ടോണമി ലോ ഉണ്ട്, മോന് ഇൻഹെറിറ്റൻസ് കൊടുക്കണമെന്ന്. പക്ഷേ മോൻ ഇൻഹെറിറ്റൻസ് എപ്പോഴാ കൊടുക്കേണ്ടത് ലോയിലുണ്ട്? അപ്പൻ മരിക്കുമ്പോൾ. ശരിയാണോ? പക്ഷേ ഇവൻ ചെന്ന് അപ്പനോട് പറയാ, എനിക്ക് താ. ലെറ്റ് us interpret what he said. നീ കുറെ നാളായി ജീവിച്ചിരിക്കുന്നു, ഞാൻ ഓർത്തു നീ മരിക്കുമെന്ന്. പക്ഷെ നീ മരിച്ചില്ല. ഇനി എത്ര നാൾ ജീവിക്കും? ഒന്ന് മരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് താ. ഇതാവും പറഞ്ഞ്. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാം ഉൾപ്പെടെ നമ്മുടെ പ്രേയർ റൂം റിയലി ദൈവം വിസിറ്റ് ചെയ്ത എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഇനി നമ്മുടെ വീട് വിസിറ്റ് ചെയ്ത, എൻ്റെ ചർച്ചിൽ പറയാം, എൻ്റെ ചർച്ചിൽ ബെസ്റ്റ് ഫാമിലിക്കുള്ള അവാർഡ് കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ബെസ്റ്റ് ഫാമിലിക്കുള്ള അവാർഡ് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ നിർത്തി. എൻ്റെ കണ്ണിനും പൊടി വീണുപോയി. ഞാനൊരു ദിവസം ടീമിനോട് പറഞ്ഞു, പുറത്തു വിടരുത്, ഇതാ ഈ ഫാമിലിക്കാണ് കൊടുക്കുക. കാരണം ആ ഫാമിലിയുടെ പ്രമോസ്വാമി ഒന്ന് വന്നേ, ഒന്നിങ്ങി വന്നേ, അവനെ ഞാൻ പിടിച്ചേക്കാം. അതെ, അവരെ കല്യാണം കഴിച്ചിട്ട് 8 വർഷമായി. ഭാര്യ ഭർത്താവ് ചർച്ചയിൽ വന്നാൽ ഇങ്ങനെ വരുള്ളൂ. ഇതൊന്ന് മാറ്റി പിടിക്കണമെങ്കിൽ ഞങ്ങളുടെ അവിടെ 6-7 പ്രാവശ്യം ഫങ്ഷൻസ് ഉണ്ട് പലതും ചർച്ചിൻ്റെ. പുറത്തു പോയാലും കഴിക്കാനിരുന്നാൽ
ഒരു പാത്രത്തിൽ അവർ കഴിക്കുന്നത്. അരെ ബാബാ ആപ് ലോഗ് ദോ ടേബിൾ ലോ നാ നൈ 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 ഹണി. അവൻ പറയും ഹണി, അവനും കൊടുക്കും. അയ്യോ, ഇത് കണ്ടാ നമുക്ക് കൊതി വരും. 8 വർഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവർക്ക് തന്നെ വർഷിപ്പിനോ അത് രസകരമോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാറ്, പക്ഷെ കാണിക്കുന്നല്ലോ. കൈ പൊക്കത് എങ്ങനെ അറിയോ? He's my everything, he's my all. കാരണം മറ്റവനെ പൊക്കാൻ ആഗ്രഹം, ഭാര്യയെ പൊക്കും, പുള്ളി അങ്ങ് പൊങ്ങുക. ഇങ്ങനെ ഒരു കാരണവശാൽ മാറത്തില്ല. താങ്ക് യു. എന്തോ സംഭവിച്ചതറിയോ? ഞാൻ ഇവർക്കാന്നുള്ള മനസ്സിൽ വെച്ച് സമയമായി. നമ്മളിവിടെ ചെയ്യുന്ന പോലെ അപ്പോയിൻമെൻറ്റിലാണ് അവിടും വിസിറ്റിങ്ങിന് പോകുന്നത്. ഇന്നടുത്ത് വരും, ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞേ പോകത്തുള്ളൂ. കാരണം ജോലിയും ബിസിനസ്സൊക്കെ ഉള്ളവർ. പക്ഷേ ഈ സമയമായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ വേറെടുത്ത് പോയ കൂട്ടത്തിൽ ഇവിടോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് പോയി കയറിയപ്പോൾ 2 പ്രാവശ്യം ഞാൻ നോക്കി ആ നമ്പർ തന്നെയാണോ വീടിൻ്റെ എന്ന്. കാരണം അകത്തുനിന്ന് വന്ന അന്യഭാഷ കേട്ടപ്പോൾ ഇവർക്ക് തോന്നിയില്ല ഇത് പാസ്റ്റർ വിസിറ്റ് ചെയ്യുന്ന ടൈമാണ്. ഞാൻ ചെന്ന് നിൽക്കുകയും ഒരു ഫ്ലൈയിങ് സോസർ വന്ന് ആ ഡോറിൽ വന്ന് വീഴുന്നു. അകത്തുനിന്ന് അന്യഭാഷ. ഐ സ്റ്റുഡ് ബാക്ക്. ഞാൻ നോക്കി, നമ്പർ തെറ്റിയോ? ഇല്ല, നമ്പർ തെറ്റിയിട്ടില്ല. കുറച്ചുകൊണ്ട് നിന്നു. ഞാൻ അവിടെ നിന്നു. എന്താ ബെല്ലടിക്കണോ വേണ്ടായോ? എന്താ അടിച്ചേക്കാം, എന്താണെന്നറിയതല്ലോ. അടിച്ചപ്പോൾ ശാന്തത. ആരെ വന്ന് നോക്കി, ഒരാൾ നോക്കുന്ന എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ ബാക്കിലോട്ട് പറഞ്ഞു, ഹണി പാസ്റ്റർ ഈസ് അറ്റ് ദ ഡോർ. മനസ്സിലായോ? അപ്പോഴും ഹണി പാസ്റ്റർ. ഞാൻ വിചാരിച്ചു ഇവർക്ക് ബോളിവുഡ് ഒരു ഓഡീഷന് വിട്ട. വിത്തിൻ നോ ടൈം അവർ ചേഞ്ച് ആയി. പിന്നെ മനസ്സിലായാലും അവാർഡ് ആർക്ക് പോകുന്നു നോക്കി. റിയാലിറ്റി എന്താ, പുറമെ എന്താ? 2025 നമ്മുടെ റിയാലിറ്റി അറിഞ്ഞിട്ടില്ല. യേശു നല്ലപോലെ അറിയത്തില്ലേ? എന്നിട്ടും നമ്മെ ജയത്തോട് നടത്തി എന്ന് ഉറപ്പുള്ളവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നമ്മുടെ പ്രേയർ റൂമിലേക്ക് ദൈവം വന്നാൽ നമ്മുടെ ഈ റിയാലിറ്റി അറിയുന്ന കർത്താവിനോട് ഞാൻ എൻ്റെ പ്രേയർ റൂമിൽ നിന്ന് പറയാ, നീ എന്താ ചെയ്യാത്തത്? നീ എന്താ പ്രവർത്തിക്കാത്തത്? നീ എന്തിയേ? ആരോടെ ഈ പറയുന്നേ? ഈ പയ്യൻ ചെന്ന് അപ്പനോട് പറഞ്ഞ ഇങ്ങത്താ. ഇവന്റെ ലൈഫ് ഇവനറിയത്തില്ല. ഇവന്റെ ലൈഫ് അറിയത്തില്ല, നല്ലപോലെ അറിയാം. അപ്പൻ മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അപ്പൻ പറഞ്ഞു, മോനെ എനിക്കൊരു വ്യവസ്ഥയുണ്ട്. നിന്നെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലിക്കാം. അപ്പൻ്റെ റൈറ്റാ. ഇങ്ങനെയുള്ള മകനെ മൂപ്പനെ ഏൽപ്പിച്ചെന്ത് ചെയ്യാം? കല്ലെറിയാം. പക്ഷെ അപ്പൻ്റെ കമ്പാഷൻ അത് അനുവദിക്കുന്നില്ല. അപ്പം പറയുക, നീ കൊണ്ടുപോയിക്കോ. ശ്രദ്ധിക്കണേ, ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അറിയേണ്ട ഒരു സത്യം. ഇവൻ പോകുന്നു. ഇവൻ കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ട്സിനും എല്ലാത്തിനും അവൻ്റെ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇവിടാണ് നമ്മൾ വായിച്ച വാക്യം. അവൻ പോയി സ്പെൻഡ് ചെയ്തിട്ട് മടങ്ങി വരാൻ അവന് കഴിയുന്നില്ല. അവന് വരാൻ കാരണം ഫുഡ് പ്രോബ്ലം. നോക്കി, അവിടെ ഒരു ഫുഡ് പ്രോബ്ലം ഇല്ലേ? അവന് വിശപ്പ് വന്നു. അങ്ങനെയല്ലേ വായിക്കുന്നത്? when he was hungry. Hallelujah. അവൻ്റെ ലൈഫിൽ ഹങ്കർനെസ് വന്നപ്പോൾ അവൻ്റെ സെൻസ് വന്നു. ഇതല്ലേ ദ ഹോൾ കമ്മ്യൂണിസം തുടങ്ങിയത്? ഹങ്കർ വന്നപ്പോൾ സെൻസ് വന്നു. സെൻസ് വന്നപ്പോൾ they said we need publica. അങ്ങനെയല്ലേ കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസേഷൻ തുടങ്ങിയേ? ഈ പയ്യൻ്റെ സ്വഭാവം തന്നെ. അവൻ്റെ വയർ വിശന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് മടങ്ങി വന്ന് പറയാ, എൻ്റെ അപ്പൻ്റെ വീടുണ്ട്, ക്ഷാമം വന്നിട്ടില്ല, ഇപ്പോഴും നിറച്ചിരിക്കുകയാ. ഇന്ന് രാത്രിയിലും ആർക്കെങ്കിലും സംശയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, ലെറ്റ് മീ എൻകറേജ് യു. അപ്പൻ്റെ വീട്ടിന് ക്ഷാമം വന്നിട്ടില്ല. നമ്മൾ സേവിക്കാൻ ദൈവത്തിന് ക്ഷാമം വന്നിട്ടില്ല. നമ്മൾ സേവിക്കാൻ ദൈവത്തിന് കുറവ് സംഭവിച്ചിട്ടില്ല. ഇന്നും ധാരാളമായി നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അവൻ മാറാൻ കഴിയത്തില്ല. അവൻ നന്നായി ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇനി he comes back to the senses. ഇതാണ് ഇവൻ മടങ്ങി വരാൻ ആഗ്രഹിച്ചു. ഇവൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ചെന്ന് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങും. ഇന്ന് രാത്രിയിൽ വീട് തുറന്നു കിടക്കുകയാ, എപ്പോഴും തുറന്നു കിടക്കുകയാ. ഞാൻ മടങ്ങും.
ഇവൻ മടങ്ങി വരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, വന്നപ്പോൾ ഇവൻ പറയുക അപ്പനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പറഞ്ഞാട്ട് പാപം ചെയ്തു. ഞാൻ സ്വർഗത്തോടും പറഞ്ഞാട്ട് നിന്നോടും. Restoration happens when we build the bridge of repentance between God and man. Hallelujah. നമ്മൾ പറയുക, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനായിരിക്കാൻ ഞാൻ. മോൻ അപ്പനോട് പറയുന്നു. മറുപടി അപ്പൻ മോനോടല്ല പറഞ്ഞത്, അപ്പൻ ദാസനോടാ പറഞ്ഞത്. ഹല്ലേലൂയ. മോൻ എന്താ പറയുന്നേ? ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനായിരിക്കാൻ യോഗ്യനല്ല. അപ്പൻ നോക്കി ഇവനെ, മകനായിരിക്കാൻ ഐ എം നോട്ട് വർത്തി ടു ബി യുവർ സൺ. ഫാദറിനോട് സൺ പറയുമ്പോൾ ഫാദർ ഷുഡ് നാച്ചുറലി ആൻസർ ബാക്ക് ടു ദ ഫാദർ, ടു ദ സൺ. യെസ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? സൺ ഫാദറിനോട് പറയുമ്പോൾ ഫാദർ സണ്ണിനെ ഇഗ്നോർ ചെയ്യുന്ന പോലെ he said it to the servant. Why? എല്ലാ യേശു പറഞ്ഞ പാരബിളിനും പഴയ നിയമത്തിന്റെ ജൂയിഷ് കൾച്ചർ ഉണ്ടായിരുന്നു. ഈ ഭാഗം കിടക്കുന്നത് യെശയ്യാ പ്രവചനത്തിന്റെ ഭാഗം കിടപ്പുണ്ട്. ഒരിക്കൽ യഹോവ യെശയ്യാവിനോട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കൾക്ക് ദാസന്റെ അടയാളമാകണം. വായിച്ചോണ്ടല്ലോ അല്ലേ? You should be a symbol of a slave to the Israelites. അതുകൊണ്ട് നീ ചെയ്യേണ്ടത്, നീ വസ്ത്രമൂരണം. പ്രവാചകൻ പഴയ കാലത്ത് സിംബലിസം ആയിരുന്നു. നീ നഗ്നനാകണം. 2, നീ ആഭരണങ്ങൾ ഊരണം. 3, നീ ചെരുപ്പൂരണം. പഴയ നിയമത്തിൽ ഐസായ പ്രോഫറ്റിനോട് പറഞ്ഞതാ, God told Isaiah, remove your clothes, be naked before the people, remove the rings, and 3, remove your sandals. ഇത് 3 ചെയ്യുമ്പോൾ നീ ദാസനാ. ഈ പയ്യൻ എന്താ വന്ന് പറഞ്ഞേ? ആമേൻ. അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല. ഉടനെ അപ്പൻ നോക്കി, വാവ്, ഇവൻ എന്താ പറഞ്ഞേ? ഞാൻ ദാസനാ. അപ്പൻ നോക്കിയപ്പോൾ വസ്ത്രമില്ല, റോബില്ല, മുഷിഞ്ഞ റോബ്. 2, അവന്റെ കയ്യിലെ റിംഗ് വിറ്റ് കളഞ്ഞു. മനസ്സിലായോ? 3, അവന് സാൻഡലില്ല. So what did he say? I am a slave. അവന്റെ ലൈഫിൽ നോക്കിയപ്പോൾ ലിറ്ററലി ഈസ് എ സ്ലേവ്. അപ്പൊ അപ്പന് മനസ്സിലായി ഇവന്റെ ലൈഫിന്റെ റിയൽ സിറ്റുവേഷൻ അവൻ ഈ പറയുന്നേ. എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് പറയാൻ ഒക്കത്തില്ല. നോ 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 ചൈൽഡ്, നോ. ഉടനെ അപ്പൻ മോനോടല്ല മറുപടി പറഞ്ഞത്, അപ്പൻ ദാസനോട് പറഞ്ഞു, ഇവനെ എത്ര ഞാൻ പറഞ്ഞാലും ഇവനെ സ്ലേവിൽ നിന്ന് സൺഷിപ്പിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്ത് നഷ്ടമായോ അത് അവന്റെ ശരീരത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പൈതലേ, ചില മറുപടികൾ പെട്ടെന്ന് വന്നില്ലെങ്കിലും ചിലതൊക്കെ സ്വർഗം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാ. Hallelujah, because you have returned back to the family, because you have returned back to the house of the Lord. God is doing something in the unseen realm. അത് വന്നു ചേരുമെന്ന് ഉറപ്പുള്ള ദൈവസഭ മാത്രം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Hallelujah. കാരണം അപ്പനോട് ഇവൻ പറയുമ്പോൾ അപ്പൻ ചെന്ന് ഇവനെ എംബ്രേസ് ചെയ്താൽ, if the father comes and embrace him, still he can't be the son. He remains a slave. Because cloth illa, ring illa, sandal illa, Old Testament പ്രമാണ പ്രകാരം, സിംബലിസം പ്രകാരം he's a slave. ഇതുപോലെ പലരും ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ടും ഹല്ലേലൂയ, കർത്താവ് എന്താ പ്രവർത്തിക്കാതെ, എന്താ പെട്ടെന്ന്? നോ 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 നോ, God is saying come on. ഉടനെ ദാസനിലേക്ക് തിരിഞ്ഞു, വേഗത്തിൽ പോയി അവന് റോബ് കൊടുക്കുക, വേഗത്തിൽ പോയി അവന്റെ ഫിംഗറിൽ റിങ്സ് ഇട്, വേഗത്തിൽ പോയി അവന് എന്ത് ഇട്, ഷൂ ഇട്. ഇനിയും അവൻ എന്തു പറഞ്ഞാലും അവൻ ഇനി സ്ലേവ് അല്ല. മാറി കഴിഞ്ഞപ്പോൾ അവൻ സണ്ണായി മാറി. ഇന്ന് രാത്രി മടങ്ങി വരുന്നവർക്ക് ഇത് 3 ദൈവം കൊടുക്കും. ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. This is what the Lord will do. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. നമ്പർ 1, റോബ്. മടങ്ങി വരുന്നവർക്ക് കിട്ടുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയാവോ? റോബ.
ഈ പയ്യന് കൊടുത്തത് റോബ. ഫ്രം സ്ലേവറി ടു സൺഷിപ്പ്. എന്താ ദൈവം ചെയ്തത്? ഇവൻ എന്തെങ്കിലും പറഞ്ഞു? ഇവൻ വന്ന് പറഞ്ഞ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇഫ് യു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്, റെസ്റ്റ് ഗോഡ് വിൽ ഡു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താ ഈ റോബ്? വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം. ഓ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് തോന്നുന്നു. വായിച്ചാട്ടെ. ആ അവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 5-ാം വാക്യം കൂടെ. My salvation is on the. ഈ ദൈവത്തെക്കുറിച്ച് 10-ാം വാക്യത്തിൽ പറയുകയാ. ആ ദൈവം ആരാ? സമുദ്രത്തെ വറ്റിച്ചവൻ. അവൻ ഭയങ്കരനായ ദൈവമാ. ആ ദൈവം പറയുക, മോനെ നിനക്ക് റോബ് വരുന്നുണ്ട്. അത് വരുന്ന വരെ നീ സ്ലേവാ. നിന്നോട് എത്ര പറഞ്ഞാലും നീ മനസ്സിലാകത്തില്ല. ബിക്കോസ് മൈ റൈച്ചസ്നെസ് ഈസ് ഓൺ ഇറ്റ്സ് വേ. ഈ യെശയ്യാവ് തന്നെ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്. എന്തോന്നറിയോ? ആമേൻ. ദൈവത്തിൻ്റെ നീതിയുടെ അങ്കി അവൻ ധരിപ്പിക്കും. വാട്ട് ഈസ് ദിസ് റോബ്? The robe is called the robe of righteousness. ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്, മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ അലങ്കരിക്കുന്നത് പോലെ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. നീതി എന്ന അങ്കി എന്നെ ഇടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ മേളി വന്ന റോബിന്റെ പേരെന്തുവാ? റോബ് ഓഫ് റൈച്ചസ്നസ്. ഇല്ലേ? യെശയ്യാവ് പറയുകയാണ്, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം, മൈ സോൾ ബോസ്റ്റ് ഇൻ ദ ലോർഡ്. ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ റൈച്ചസ് റോബ് കിട്ടിയ ദൈവമക്കളുടെ പ്രത്യേകത ഒരു ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂമിനെ പോലെ, ഇല്ലേ? അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ഇടിപ്പിച്ചിരിക്കുന്നു. ഇല്ലേ? മണവാളൻ തലപ്പാവ് അണിയുന്നു, മണവാട്ടി ആഭരണങ്ങളാൽ അലങ്കരിക്കുന്നു. ഇതുപോലെ ദൈവം എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ദൈവമക്കൾ അറിയണം, റോബ് ഓഫ് റൈച്ചസ്നസ് ഈസ് ഈക്വൽ ടു വെഡിങ് ഹൗസ്. ആമേൻ. എന്താ വെഡിങ് ഹൗസ്? ഈ വെഡിങ് നടക്കുന്ന വീട്ടിൽ കരച്ചിലാണോ ചിരിയാണോ? സന്തോഷമല്ലേ? അങ്ങനെ റോബ് ഓഫ് റൈച്ചസ്നസ് കിട്ടിയ വീട്ടില് ലൈഫിൽ എപ്പോഴും എന്തായിരിക്കും? പറഞ്ഞ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സന്തോഷമാണോ സത്യമായിട്ട്? Listen, this is very important. വെഡിങ് ഹൗസിൽ എന്താ? ഞാൻ അതിന് മുമ്പ് പ്രെയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുകാർ കൂടുമായിരുന്നു. ഒരു പയ്യന് ലൈഫിൽ ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പം ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് ജോയലേ ഇങ്ങനെ ജോയലേ പ്രാർത്ഥിക്കണേ എടാ, അത് നടന്നില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാണ്, നടക്കണേ. കൈ ഇങ്ങനെ വിറപ്പിച്ച് പറയുക, നമുക്കും സങ്കടം തൂങ്ങിപ്പോ. ഒരു 4 മാസം കഴിഞ്ഞില്ല, പെട്ടെന്ന് ഇവൻ വന്ന് പറഞ്ഞു, എൻ്റെ കല്യാണം കേട്ടോ എന്ന്. ഞങ്ങൾ ഒരു 2 ദിവസം മുമ്പ് വരണം എന്ന് പറഞ്ഞു. ഞങ്ങളെ കൂട്ടുകാരെല്ലാം കൂടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം എൻ്റെ മനസ്സിൽ കിടക്കുന്ന 4 മാസം മുമ്പ് പുള്ളി കാണിച്ച ആക്ഷനാ. എങ്ങനെ? ടെൻഷനാന്ന് പറഞ്ഞു. ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ ഓടി നടക്കുക, കല്യാണ വീട്ടിൽ ഇങ്ങനെ കണ്ട് ഓടുക. ഞാൻ ഈ പുള്ളിയെ പിടിച്ചിട്ട് ചോദിച്ചു, ഈ 4 മാസം മുമ്പ് പറഞ്ഞ ടെൻഷൻ തീർന്നോന്ന് ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. എന്താ പറഞ്ഞറിയോ? കല്യാണം വന്നപ്പോണോട് ആ ടെൻഷൻ ഓർക്കുന്നേ. പുള്ളിയുടെ പ്രോബ്ലം മാറിയില്ല. എന്നോടെന്താ പറഞ്ഞേ? കല്യാണം വന്നപ്പോൾ ആണോട് ആ ടെൻഷൻ ഓർക്കുന്നേ. മനസ്സിലായോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വീടിൻ്റെ അകത്ത് വിവാഹം നടക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അവസരമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ കൊച്ചിന് കൊടുത്ത റോബ് ഓഫ് റൈച്ചസ്നസ് ആണെങ്കിൽ, മടങ്ങി വന്ന നമ്മുടെ മേൽ കിട്ടിയത് നീതിയുടെ വസ്ത്രമാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ദൂതിത, ഒരു കല്യാണ വീടിൻ്റെ അനുഭവം വീട്ടിനകത്ത് വന്നു ചേരും. ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, പാസ്റ്റർ
ഞങ്ങളുടെ മേൽ റോബ് ഓഫ് റൈച്ചസ്നെസ് ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഒക്കുന്നില്ല. പറയാം, ചിലപ്പം ദൈവത്തെ നല്ലപോലെ രുചിച്ചറിയിക്കാൻ ചിലതൊക്കെ ദൈവം ശൂന്യമാക്കും. മനസ്സിലായോ? പറയാം. ദൈവം ആദ്യം അറ്റൻഡ് ചെയ്ത മിറാക്കിൾ എന്ത് വരുന്നു? ദൈവം ആദ്യമേ ചെയ്ത മിറാക്കിൾ അല്ല, സൈൻ. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞൊരുക്കി, ഇല്ലേ? എന്തിനാ യേശു അവിടെ പോയേ? യേശുവിനെ ക്ഷണിച്ചു. പക്ഷെ ഞാൻ പറയാം, ക്ഷണിച്ചില്ലായിരുന്നു യേശു പോയന്. ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ യേശു പോയന്. കാരണം എന്താണെന്നറിയോ? ജീസസിനെ ഇൻവൈറ്റ് ചെയ്തില്ലായിരുന്നു യേശു പോയന്. യേശു പോയേ ഒക്കും അവിടെ. കാരണം പ്രവചനം കിടക്കുക. ഇനി ഒരു യഹൂദന്റെ വിവാഹം 1 വർഷം മുമ്പ് ഇൻവിറ്റേഷൻ കൊടുക്കും. 1 വർഷം മുമ്പ് ഇൻവിറ്റേഷൻ കൊടുക്കും. നിങ്ങൾ അറിയണത്, എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ വിവാഹം, എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഈ 1 വർഷം മൊത്തം ഇൻവിറ്റേഷനാ. 6 മാസത്തിന് മുമ്പ് അവർ റിപ്ലൈ കിട്ടും. RSVP അവർക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒരുക്കും. ആ ഒരുക്കിയ വന്ന എത്ര ഗസ്റ്റ് ഉണ്ടെന്ന് ഇവർക്കറിയാം. പക്ഷെ വീഞ്ഞ് ശൂന്യമായി. എങ്ങനെ? ലോജിക്കിന് ചേരാത്ത ഒരു കാര്യമാണ് വീട്ടിൽ നടന്നത്. എങ്ങനെ ശൂന്യമായത്? അത് ശൂന്യമായ ഒക്കുള്ളൂ. കാരണം അശേർ എന്ന് പറഞ്ഞ ഒരു ഗോത്രം ബൈബിളിൽ കിടപ്പുണ്ട്. അശേർ, ഇല്ലേ? അശേർ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവദാസന് മുമ്പിലേക്ക് ചെന്നപ്പോൾ അശേറിനെ നോക്കി മോശ പറഞ്ഞ ഒരു അനുഗ്രഹമുണ്ട്. അശേരേ, നിന്റെ ഭോജനം മൃഷ്ടാന്ത ഭോജനം. ശ്രദ്ധിക്കണേ, യുവർ ഫുഡ് ഈസ് ഡെലിഷ്യസ്. നിന്റെ പാനീയം മധുരമുള്ളത്. യുവർ ഡ്രിങ്ക്സ് ആർ ടേസ്റ്റ്ഫുൾ. അടുത്തത്, രാജാക്കന്മാർ നിന്റെ വീട്ടിൽ വരും. ഈ ദൂത് അന്ന് കേട്ടാൽ യഹൂദയോടാണ് ഈ ദൂത് പറയേണ്ടത്. This prophecy should have gone to Judah, because from Judah comes the royalty. Kings വരുന്ന ജൂഡയിൽ. പക്ഷെ അശേറിനോട് ദൈവം പറയുന്നേ, രാജാക്കന്മാർ വരും, അവർ ഭോജനം കഴിക്കും, അത് ഏറ്റവും ടേസ്റ്റ് ഉള്ളതായിരിക്കും, ബെസ്റ്റ് ആയിരിക്കും. ആ ബെസ്റ്റ് എന്നുള്ള ഹീബ്രു പദം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. അത് ദൈവം ഇടപെട്ടാലേ നടക്കൂ. ദൈവമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇനി ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നല്ലോ. അശേർ മുമ്പോട്ട് വന്നു. അശേർ ബിസിനസ്സിലായിരുന്നു. ദാറ്റ്സ് വൈ അശേറിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ സമുദ്ര തീരത്ത് പാർക്കും. ഹി വിൽ ബി നിയർ ദ സീ ഷോ. ഹി വിൽ ബി ഡൂയിങ് ബിസിനസ്. പക്ഷേ ജോഷുവ 19 വരുമ്പോൾ, വായിക്കണ്ട, ജോഷുവ 19 വരുമ്പോൾ ദേശത്തെല്ലാവർക്കും സ്ഥലം കൊടുക്കാൻ തുടങ്ങി. ജോഷുവ എങ്ങനെ ലോട്ട് ഇടുകയാ? ജോഷുവ വാസ് പുട്ടിംഗ് ദ ലോട്ട്. ഹി വാസ് ടേക്കിംഗ്, ഓക്കേ, ദിസ് ബിലോങ് ടു നഫ്താലി, ദിസ് ബിലോങ് ടു സെബൂലൂൻ. അശേറിന്റെ ചീട്ട് വീണപ്പോൾ അശേറിന് പോയി. അശേറിന് കിട്ടിയ സ്ഥലം എന്താണെന്നറിയോ? ഗലീലയുടെ കാന. നിങ്ങൾ വായിക്കണം 19-ാം അധ്യായം ജോഷുവയില്. ഗലീലയിലെ കാന ആർക്ക് പോയി? അശേറിന്. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കിട്ടിയ സ്ഥലം ഗലീലയെ കാന. ഈ ഗലീലയിലെ കാനയിലാണ് യേശു കയറി വന്നത്. ദൂത് കിടക്കുന്നു, രാജാവ് വരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവ് വന്ന് ഈ ദൂത് നിവർത്തിക്കണമെങ്കിൽ ശൂന്യമായി ഒക്കെ ഉള്ളൂ. ആരെങ്കിലും ഓട്ടിച്ചു കൊണ്ടുപോയതാണോ? ഇല്ല, ഐ ഡോണ്ട് നോ. അവിടെ ഒരു ട്രബിൾ വന്നതിന്റെ കാരണം ദൂത് പാഴായി പോകത്തില്ല, ദൂത് ശൂന്യമായി പോകത്തില്ല. എൻ്റെ ദൂത് നിവർത്തിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. That's the Lord we serve. ദൈവം ചെയ്ത ഒരു കാര്യം എന്താ? യേശു വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ മറിയോ എന്ന് പറയാ, ഇത് ശൂന്യമായി കിടക്കുന്നു, ഇവിടെ ഒന്നുമില്ല, നാണക്കേടാണ്. യേശു പറഞ്ഞ മറുപടി, എൻ്റെ സമയം നാഴിക ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ, നീ ജനിക്കുന്നതിന് മുമ്പ്, ഈ കുടുംബക്കാർ ജനിക്കുന്നതിന് മുമ്പ്, ഈ തലമുറകൾ ജനിക്കുന്നതിന് മുമ്പ്, ഇവരെല്ലാം ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദാസന്റെ വായി ഞാൻ ദൂത് പറഞ്ഞു. തലമുറ മാറിപ്പോയി. ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ പാസ്ഡ് ബൈ. പക്ഷെ സ്വർഗത്തിൽ ആ ദൂത് നിപ്പുണ്ട്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? സ്വത്രം സ്വത്രം സ്വത്രം. ആ ദൂത് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് നിവർത്തിച്ചേ ഒക്കത്തുള്ളൂ. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ച വിഷയത്തിൽ റോയൽ റോബിട്ട, റൈച്ചസ് റോബിട്ട ദൈവമക്കളോട് പറയട്ടെ, നഷ്ടമായി പോയെങ്കിൽ പേടിക്കേണ്ട, മടങ്ങി വരുന്നുണ്ട്. Exactly the word is coming to you. It's coming back. എന്തോ നഷ്ടപ്പെട്ടു, അത് മടങ്ങി വരും. You will testify in this church. വിശ്വസിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്താണോ നഷ്ടമായത് അത് മടങ്ങി വരും. ശൂന്യമായി പോയത് മടക്കി കൊണ്ടുവരും ദൈവം.
എന്താ അവിടെ സംഭവിച്ചത്? യേശു ആ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? പുറത്ത് കിടന്നതിനെ അകത്ത് കൊണ്ടുവാ. ഹല്ലേലൂയ. അകത്ത് കൊണ്ടുവാ. ഞാൻ എന്നെ നിറയ്ക്കാൻ പോകുകയാ, ഞാൻ എന്നെ വളർത്താൻ പോകുകയാ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വീഞ്ഞുവാഴി, ദ ഹെഡ് അല്ലേ, അവിടുത്തെ ഹെഡ് പറഞ്ഞ് എന്താ പറഞ്ഞേ? ഇത് എവിടെ വെച്ചിരുന്നു? അത് ഭയങ്കര ടേസ്റ്റ്ഫുൾ ആണല്ലോ, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ദൂത്, എക്സാക്ട് ഹീബ്രു വേർഡിന്റെ ഗ്രീക്ക് വേർഡ് അവിടെ യൂസ് ചെയ്തേക്കുന്നേ അശീറിനോട് പറഞ്ഞ ദൂത്. എന്ന് വിശ്വസിക്കാൻ ഒക്കുമോ? നമ്മൾ പോലും മറന്നു കിടക്കുന്ന ദൂത് സ്വർഗം മറന്നിട്ടില്ല. നീതിയുടെ വസ്ത്രമുള്ളവർ ധൈര്യത്തോടിരിക്കുക. ഈ ചർച്ചിൽ ആ ടെസ്റ്റ്മണി ഉണ്ടാകും. വിശ്വസിക ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. That's the Lord we serve. Amen. So righteous robe is equal to wedding house. Wedding house. Hallelujah. ഒറ്റ സെക്കൻഡ് നിങ്ങളുടെ ആ വെഡിങ് ദിവസം ഓർത്തേ. ഇവിടെ ആരും ചിരിക്കുന്നില്ല, അത്രയും ദുഃഖമായി പോയോ? Hallelujah. അതാ ദൈവം പറഞ്ഞേക്കുന്നത്. It's equivalent to the robe of righteousness. Now listen. ഈ പയ്യൻ മടങ്ങി വന്ന് വസ്ത്രം കിട്ടി, അവന് വസ്ത്രം കിട്ടി. പക്ഷെ അവന്റെ മനസ്സിൽ കിടക്കുന്ന, ഇപ്പോഴാണ് ഇമ്പോർട്ടൻറ്റ്, മനസ്സിൽ കിടക്കുന്ന കാര്യം എന്തോന്നറിയോ? ഞാൻ ദാസനാ. പക്ഷെ ഈ ദാസനിൽ നിന്ന് വസ്ത്രം മാറിയത് കൊണ്ട് മകനാകുന്നില്ല, ഇവന്റെ ലൈഫ് സ്റ്റൈൽ മാറണം. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. അങ്ങനാണെങ്കിൽ എന്താ ഫെയ്ത്ത്? ഫെയ്ത്ത് എന്താ? ഇറ്റ് ഈസ് റിയലൈസേഷൻ ആൻഡ് റിയാലിറ്റി. മറക്കരുത്. ഓക്കെ, ഐ എം ജസ്റ്റ് ഗോയിങ് ലിറ്റിൽ ഡെപ്ത് ആൻഡ് ഐ വിൽ ഫിനിഷ് ഇറ്റ് ഓഫ്. ഇറ്റ് ഈസ് എ റിയലൈസേഷൻ of what you hoped for and the reality of what you will be seeing. Oh, hallelujah. In the life ഈ നടക്കുന്നതെല്ലാം ഫാക്റ്റാ. റിയാലിറ്റി ഇസ് ജീസസ്. അപ്പോൾ റിയലൈസേഷൻ ആൻഡ് റിയാലിറ്റി വരണമെങ്കിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. നമ്പർ 1, നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകേണ്ട പെർസെപ്ഷൻസാ. Number 2, persuasion. മനസ്സിലായോ? Perception, persuasion, performance. എന്തോ ഈ faith? I'm just defining faith. Book of Hebrew കിടക്കുന്ന ഭാഗം ഞാൻ ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. So it is a realization of what I hope for and the reality of what I will be seeing. വേൾഡിന്റെ പ്രത്യേകത seeing is believing. Yes, നമ്മുടെ പ്രത്യേകത believing is seeing. Hallelujah. So believing is seeing നടക്കണമെങ്കിൽ എനിക്ക് കാണുന്നില്ല, പക്ഷേ I believe. ഈ പയ്യൻ ബിലീവ് ചെയ്തു, he is going to see it. അത് നടക്കണമെങ്കിൽ number 1, you have perception, you have persuasion, you should have performance. എന്താ perception? Perception എന്ന് പറഞ്ഞാൽ my mind accepts the truth. എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ മൈൻഡ്, നമ്മളെല്ലാം ഫെയ്ത്തിലാണ് ജീവിക്കുന്നത്. I walk not by sight, we walk by faith. എൻ്റെ അർത്ഥം എന്തുവാ? Meaning when I walk by faith, I accept in my mind the truth of God's word. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? ഇച്ചിരി ഡെപ്തി പെടുന്ന നിർത്താൻ ഞാൻ. Amen. This is a fact. I am accepting that this word is truth. Heaven and earth will pass away. My father said that I am no more a slave, I am a son. I just accept it. പക്ഷെ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് നമ്മുടെ എമോഷൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. Did you get that point? മൈൻഡ് ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്കെല്ലാം അറിയാം ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്. സത്യമാണോ? ഈ ട്രൂത്ത് വിശ്വസിക്കാത്ത ആരുമില്ല. ബട്ട് അവർ എമോഷൻസ് പ്ലേസ് വിത്ത് us. Oh, hallelujah. So now ഏതാണ് സെക്കൻഡ് ലെവൽ? വാട്ട് ഈസ് പെർസുവേഷൻ? പെർസുവേഷൻ ഈസ് ബൈ ഫെയ്ത്ത് ഐ പ്രേ, by faith I thank God, by faith I am coming to the fellowship and making my emotion accept the truth of God's word. Hallelujah. When emotion accepts the truth, that is persuasion. പക്ഷേ പെർസെപ്ഷനുമായി പെർസുവേഷനുമായി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. No, by faith Abraham left.
ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ബൈ ഫെയ്ത്ത് എബ്രഹാം ലെഫ്റ്റ്. ദാറ്റ്സ് കോൾഡ് പെർഫോമൻസ്. ഇന്ന് രാത്രിയിൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ധൈര്യത്തോട് പറഞ്ഞാട്ട്, ദൈവം എന്നെ വസ്ത്രമടിയിച്ചു, റൈച്ചസ് റോബ് എൻ്റെ മേലുണ്ട്. എൻ്റെ മൈൻഡിൽ ഞാൻ ആ സത്യം വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ എമോഷൻ എന്നോട് കളിക്കുന്നു, എൻ്റെ എമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നു. ബട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലും എൻ്റെ ലൈഫിൽ ഏതൊക്കെ എമോഷണൽ ലെവലിൽ കൂടെ ഞാൻ പോകുന്നെങ്കിലും ഐ ബിലീവ് ഗോഡ് ഈസ് എൻ അൺചേഞ്ചിങ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് Psalms 42, Psalmist is speaking to the emotion. Oh my soul, why are you disquieted within you? Hope in the Lord. ഹല്ലേലൂയ. എൻ്റെ മനമേ, നീ ഉള്ളിൽ എന്തിനാ വിഷാദിച്ചിരിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം മൈൻഡിൽ വിശ്വസിച്ചു സത്യത്തെ, പക്ഷെ എമോഷൻ ഈസ് പ്ലേയിങ് വിത്ത് ഹിം. സോ 3 times he's saying in that Psalms, hey, why are you disquieted? Why? അവസാനം ലാസ്റ്റ് ലൈവ് പെർഫോമൻസ് പറഞ്ഞു. പെർഫോമൻസ് എന്താണെന്നറിയോ? പുള്ളി എഴുന്നേറ്റു, റൂമിൽ നിന്ന് എഴുന്നേറ്റു. പുള്ളി പറഞ്ഞു, സിറ്റുവേഷൻ മാറിയിട്ടില്ല, പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, ബട്ട് ഐ ആം ഗോയിങ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കാര്യങ്ങൾ മാറിയിട്ട് സ്തോത്രം പറയാനിരുന്നാൽ പിന്നെ ശവപ്പറമ്പേ കാണത്തുള്ളൂ. മാറിയാലും ഇല്ലെങ്കിലും ഐ വിൽ റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ വാട്ട് ഹാപ്പൻഡ്? ഈ മടങ്ങി വന്ന മകൻ, he accepted the fact. He accepted number 1, മൈൻഡിൽ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്തു, എമോഷണൽ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്തു. he started to perform. എങ്ങനെ നടന്നു? അതാണ് റിംഗ്. he got ring. എന്താ റിംഗ്? Genesis 41-42 പഴയ നിയമത്തിൽ കിടക്കുന്ന ഷാഡോ. റിംഗ് എന്താന്ന്? that's called signet ring. മുദ്രാമോതിരം. എന്താ മോതിരവാ? മുദ്രാമോതിരം. എന്താ അതിന്റെ അർത്ഥം? ഇന്നലെ വരെ ജയിലിൽ കിടന്നവൻ, ഇന്നലെ വരെ നിന്ദിക്കപ്പെട്ടവൻ, വസ്ത്രം മാറി അവന്റെ കയ്യിൽ റിംഗ് വന്നപ്പോ തന്നെ പൊസിഷൻ മാറി. ഓ ഹല്ലേലൂയ. ഇന്നലെ ആരാണോ ജയിലിലിട്ടത്, ഇന്നലെ ആരാണോ ഒരു വസ്ത്രം പിഴഞ്ഞ് കള്ളം പറയിപ്പിച്ച് അവനെ ജയിലിലിട്ടത്, ആ സഹോദരി ഉൾപ്പെടെ വിറച്ചുകൊണ്ട് അവന് മുമ്പിൽ നിൽക്കുന്നത്, ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ഈ ചേഞ്ച് ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിശ്വസിക ദൈവ മക്കൾ മാത്രം ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. That shift will happen. ഓ ഹല്ലേലൂയ. വിശ്വസിക്കാൻ ഒക്കുമോ? ഇതാണ് റിംഗ്, the signet ring. So what does that mean? എൻ്റെ കയ്യിൽ ആ റിംഗ് വന്നു. അപ്പൊ ഫെയ്ത്ത് എന്തോ ചെയ്യും? Listen to me. Faith, number 1, when the ring comes, faith receives. മനസ്സിലായോ? Whatever you ask in my name, believe that you have received it. Hallelujah. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, whatever we ask, yes, whatever you will ask, you will receive. So they were going with the Messiah. അവർ ആ റിംഗ് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ, സിഗ്നറ്റ് റിംഗ്. They were going with the Messiah. They were passing by the Samaritan village. They looked at the Samaritan. They were so angry with that group. They said, Master, you said, no, whatever we ask, we will receive in your name. We are asking you, let the fire come down. Patient പറഞ്ഞു, ഇത് റിസീവ് ചെയ്യത്തില്ല. You got it? Signet ring വന്നു കഴിഞ്ഞാൽ number 1, faith പറഞ്ഞാട്ടെ, receives. Signet ring വന്നു കഴിഞ്ഞാൽ faith reckons. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, but you study yourself. Faith will receive. I am entering the throne room of God. I am near the presence of God. I dwell in the Shekinah of God, and I know I am His child. And whatever I have spoken, heaven has listened, and heaven will answer me for His glory. Hallelujah. You receive it. Number 2, you reckon by faith. What is reckoning? Reckoning is you are believing your Father. Whatever He said is true. You're counting on Him. You're counting on Him. Tonight, is there any problem that you can't solve? But you're counting on Him, He will never put you to shame. Never. നിങ്ങളെ ഒരിക്കലും ദൈവം ലജ്ജിപ്പിക്കത്തില്ല. Reckon it. Faith reckons. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഓടി വന്ന് പറഞ്ഞു, Father, Master, I am a man under authority. I say to someone, go, he goes. If I say to someone, he comes, he comes. If I say do this, he will do it. Jesus said, I'm coming with you. Master, don't come. I reckon your authority. You don't have to come and waste your time coming to my house, but wherever you are, just command and word.
Oh, hallelujah. Just say, I know you are a man of authority. Do you believe Jesus? He can change your situations. One word is enough, Lord. One word. One Kairos appointed moment is enough, Lord. You can change it. Reckon Him. That's what signet ring is. And number 3, faith doesn't not only receives, not only reckons. Number 3, faith risks. Faith will take risk. മനസ്സിലായോ? ഫെയ്ത്ത് എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ, റിസ്ക്. ഫെയ്ത്തിന് സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. എത്ര പേർക്ക് മനസ്സിലായി? ഫെയ്ത്തിന് സെക്കൻഡ് ഓപ്ഷൻസ് ഇല്ല. Faith will take risk. Jesus, if you do it, I believe, I accept it. If you don't do it, I know that is right in your sight. I take this risk. Hallelujah. അവിടെ സെക്കൻഡ് ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ചിലർ വിശ്വാസത്താൽ ഏൽപ്പിച്ചു കൊടുത്തു. റിസ്ക്. And the final thing in signet ring is this: faith rest. Faith rest. മനസ്സിലായോ? ദൈവകാര്യങ്ങളിലേക്ക് ഒരു കാര്യം ഏൽപ്പിച്ച പിന്നെ ആ വിഷയത്തിൽ ടെൻഷൻ എടുക്കരുത്. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, ടെൻഷൻ എടുക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ ദൈവം പറയുന്നു, you never put your care on me. Just rest. Just rest. Come unto me. I will give you rest to your souls. See, come unto me എന്ന് പറഞ്ഞ ലേസി ആവാനല്ല പറഞ്ഞേ. I am removing the yoke of oppression and giving you a new yoke. പിന്നെ yoke ഉണ്ട്. That means we are still working. Work compromise ആയിട്ടില്ല. Still there is yoke. But he said, before it was a yoke of oppression that was disturbing you, but my yoke is lowly and meek. This is going to give you rest. Hallelujah. അപ്പൊ സിഗ്നറ്റ് റിംഗിന്റെ അർത്ഥം എന്തുവാ? You receive something, you reckon something, there is a risk involved, and then you rest in the righteousness of God. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി ധൈര്യം പറയാം, നമ്മൾ തമാശ പറഞ്ഞു ചിരിക്കുന്നത് പോലെ ദൈവം തമാശ രൂപത്തിൽ നമ്മളോട് ദൂത് പറയത്തില്ല. He is serious with his promise. You know why? Whenever Bible shows that when God spoke a promise, you know what did Bible say? Whenever he has spoken a promise, God is sitting in the throne of righteousness. He is elevated in holiness. ദൈവം ഒരു ദൂത് പറയുമ്പോൾ നീതിയുടെ സിംഹാസനത്തിലായിരിക്കുന്നത്, വിശുദ്ധിയുടെ ഭയങ്കരത്തിൽ അവൻ അരുളി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ ദൂത് പുറത്തു വരുന്നത് നീതിയോളം വലുപ്പമുണ്ട്, വിശുദ്ധിയോളം ഭയങ്കരമുണ്ട്. ഈ ലോകത്തിൽ, ഈ കാനഡയിൽ ഒരു ശക്തി എഴുന്നേറ്റിട്ടില്ല അതിനെ തടയുവാൻ. അവനത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ കൊച്ചിനോട്, എൻ്റെ സഭയോട് ദൈവം പറഞ്ഞിട്ടുള്ളത് അവന്റെ ഭയങ്കരത്തോളം വലുപ്പമുണ്ട്. അവിടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. മൂന്നാമത്, ഇത് അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാൽ, ഈ സിഗ്നറ്ററി വന്നു കഴിഞ്ഞാൽ, മൂന്നാമത് അവന് കൊടുത്തത് ചെരുപ്പ്. ഈ ചെരുപ്പിന്റെ പ്രത്യേകത ഇതാണ്. ഈ അപ്പനെ കുറിച്ച് എനിക്ക് പറയണം. എനിക്ക് ഈ അപ്പനെ കുറിച്ച് പറഞ്ഞാട്ടെ. അപ്പനെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. God cannot work in this earth without you. മീന് അതിൻ്റെ ഹാബിറ്റേറ്റ് വെള്ളമാ, പക്ഷികൾക്ക് അതിൻ്റെ ഹാബിറ്റേറ്റ് എയറാ. സ്പിരിറ്റ് റലത്തിന് ഇറ്റ് ഈസ് ബിയോണ്ട് 3 level dimension. 3 level dimension മേളിലുള്ള സ്പിരിറ്റ് റലത്തിന് 3 dimension അകത്ത് പാർക്കുന്ന നമ്മളിലേക്ക് വന്ന് ഇടപെടണമെങ്കിൽ he requires your body. ഇന്ന് രാത്രി ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. Will you go and talk about this father? That's the sandal. സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പ്. ഇന്ന് രാത്രി ധൈര്യത്തോട് പോയി പറയണം.
യേശു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ദിസ് ഇസ് വാട്ട് ഐ സീ ഇൻ ദ ബൈബിൾ. ഇവനെക്കുറിച്ച് എത്ര പേരാ പറയുന്നത്. യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ദേ, here is the Lamb of God that takes away the sin of the world. Two of its disciples went after Jesus. One was Cleophas, the other is unknown. അവർ രണ്ടുപേരും നടന്നുപോയി. അവർ തന്നെയാണ് ലൂക്ക് 24-ലും യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരാണ് യെരൂശലേം വിട്ട് എമ്മോസിലേക്ക് പോയവർ. ഇവർ രണ്ടുപേരും പോകുകയാ. ജീസസ് ഹിയർസ് ദ ഫുട് സ്റ്റെപ്പ്. ജീസസ് ടേൺസ് ബാക്ക് ആൻഡ് ആസ്ക്സ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു വാണ്ട്? ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇപ്പൊ പ്രാർത്ഥന തീർത്താൻ പോകുമ്പോൾ അപ്പിയറൻസ് ഓഫ് ജീസസ് അവിടെ സംഭവിച്ചു. ലിറ്ററലി ജീസസ് കെയിം ആൻഡ് ആസ്ക്ഡ് യു എ ക്വസ്റ്റ്യൻ, എന്താ വേണ്ടത്? ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ലിസ്റ്റല്ല നമ്മുടെ കയ്യിലില്ലേ? യേശു എന്നോട് ചോദിക്കുക, നമ്മൾ എന്തൊക്കെ പറയും? പക്ഷെ അവർ പറഞ്ഞ എന്തോന്നറിയോ? വേർ ആർ യു ലോഡ്ജിങ്? നീ എവിടെ താമസിക്കുന്നേ? ഇവർ രണ്ടുപേരും പോയി യേശുവിനോട് ഒരുമിച്ച് താമസിച്ചു. 8 hours, 8 മണിക്കൂരെ താമസിച്ചുള്ളൂ. ബൈബിൾ പറയുന്നു 8 മണിക്കൂർ താമസിച്ചപ്പോൾ ഫിലിപ്പ് ഓടിപ്പോയി. ബൈബിൾ പറയുന്നു, ഫിലിപ്പ് ചെന്ന് പത്രോസിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, ദേ, ഞാൻ മശിയായെ കണ്ടു. 8 മണിക്കൂർ താമസിച്ചവന് മശിയെക്കുറിച്ച് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എത്ര നാളായി നമ്മൾ പാർക്കുന്നു, എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ ദൈവ നന്മകൾ ചെയ്തു. ഇന്ന് രാത്രി അപ്പനെക്കുറിച്ച് പറയണം, വാ തുറന്ന് പറയണം. ആരാധനയിൽ വരുമ്പോൾ വാ അടച്ചിരിക്കുകയില്ല, വാ തുറന്ന് പറയണം, ലോർഡ് യു ആർ ഫെയ്ത്ത്ഫുൾ ടു മീ, യു ആർ വണ്ടർഫുൾ ടു മീ. നമ്മൾ പുറത്തു പോകുമ്പോൾ പറയണം, there are many hopeless people outside. ചെന്ന് പറഞ്ഞു. അടുത്ത കേട്ടോണേ, ഫിലിപ്പ് യേശുവിന്റെ അടുക്കൽ ഇരുന്നു. ഫിലിപ്പ് ഓടി നാഥനിയേലിന്റെ അടുക്കൽ. He said, I have seen the Messiah. അവൻ പറയാൻ തുടങ്ങി. ഉടനെ അവൻ പറഞ്ഞു, where has Messiah come from? അവൻ പറഞ്ഞു, Nazareth. Can any good thing come out of Nazareth? വല്ലതും നന്മയും വരാൻ ഒക്കുമോ? ഉടനെ ഫിലിപ്പിന് ആൻസർ ഇല്ല. ഫിലിപ്പ് ഒറ്റ വാക്കി പറഞ്ഞു, കം ആൻഡ്. അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്ന പീറ്ററിനോട് ആൻഡ്രൂ പറഞ്ഞത് കം ആൻഡ് സീ. എഡ്യൂക്കേറ്റഡ് ആയ നാഥനിയേലിനോട് പറഞ്ഞത് കം ആൻഡ്. ഇന്ന് രാത്രി അധികം ഒന്നും വേണ്ട, ജസ്റ്റ് സേ കം. കം. അടിക്കാത്തത്, തള്ളിക്കളയാത്തത്, ഉപേക്ഷിക്കാത്തത്, 2025 എത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്നെ കളയാതെ എന്നെ ഈ ദേശത്ത് നിർത്തിയവനെ കം ആൻഡ് സീ. കണ്ണുകളെ അടയ്ക്കാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മടങ്ങി വന്നവനെ ഹല്ലേലൂയ, ദാസത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് നടത്തിയവൻ്റെ വിശ്വസ്തത. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു സെക്കൻഡ് കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പറയാമോ? Some folk may ask me, some folk may say, who is this Jesus? What do you talk about him every day? He is my Savior. He set me free. I want to say to you what he means to me. He is my everything. He is my all. He is my everything, both great and small. He gave his life for me, made everything new. He is my everything. Now how about you? വിശ്വസിക്കുന്നവർ മാത്രം. Like honey in the road, sweet honey in the road. Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Oh, he tastes like honey. വിശ്വസിക്കുക മാത്രം പറഞ്ഞാട്ട്. Oh, taste and see that the Lord is good. Oh,
ഉയർത്തി പറഞ്ഞാട്ട് രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു in Jesus' mighty name. Fill this place with your presence. There are broken people tonight. Touch your people, I pray. In Jesus' mighty name. Father, we thank you. Thank you for your presence. There are people this evening that are praying deeply, Lord, for a touch from you. And tonight you have spoken to your people. There is 120% restoration coming their way in every areas of their life, whether it is mental, physical, spiritual, social, financial. Let it come back. We believe in the Lord of restitution. We believe in the God of restoration. We believe in the God who will reformulate things back to them. And this evening we break open the glorious riches of God into their life. Whatever the enemy have tried to stop, we declare upon it tonight in the name of Jesus. They are no more slaves, but they have been restored to the sonship, O Lord, and let them stand as sons and daughters of the kingdom of God and declare your goodness. Thank you, Holy Spirit. In Jesus' name we pray.